ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. വിഷുവിൻ്റെ അന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു ഈ ഒരു കണി ഒരുക്കുന്ന വീഡിയോ. പിന്നെ ഇയർ ഇൻഫെക്ഷനും കോൾഡും കഫും ഒക്കെ ആയിട്ട് സൗണ്ട് പോയിട്ട് ഇന്നാണ് എനിക്ക് സൗണ്ട് വന്നത്. ബാംഗ്ലൂർ വന്നിട്ട് നമ്മളെ ഫസ്റ്റ് വിഷുവാണിത്. കണി ഒരുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഓട്ടുകളിയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോയോ ഒന്നുമില്ലായിരുന്നു. കൃഷ്ണൻ്റെ ഫോട്ടോ ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്കിത് കിട്ടിയത്. ഇതൊന്നും പോയി വാങ്ങിക്കാനുള്ള ഒരു ടൈമും ഒന്നും കിട്ടില്ല. എല്ലാവർക്കും വയ്യാതെയൊക്കെ ആയി, അതുകൊണ്ടൊന്നും പറ്റിയില്ല. പിന്നെ ഇതുപോലൊരു തട്ടത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച് പിന്നെ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ ലാസ്റ്റ് മിനിറ്റാണ് കിട്ടിയത്. അതുപോലെ തന്നെ ദീപാവലിക്ക് ഓണത്തിനുമായിട്ട് കുറച്ച് ഇതുപോലെ ഡെക്കറേഷൻ്റെ വാങ്ങിച്ച് വച്ചുകൊണ്ട് എനിക്ക് സമയത്ത് നല്ലൊരു കണി ഒരുക്കാൻ പറ്റി. പിന്നെ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ താഴെ ഒരു കുഞ്ഞു കൃഷ്ണ ഇരിപ്പില്ലേ, ആ കൃഷ്ണൻ ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഭയങ്കര കണക്ഷനാണ് ആ കൃഷ്ണനുമായിട്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചാൽ പോലും എൻ്റെ അടുത്തുനിന്ന് പോകാത്തൊരു കൃഷ്ണനാണ് അത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ ഞാൻ ഇങ്ങ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് വരാൻ തോന്നിയില്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞ് പുതിയ വീട്ടിൽ പാലിയാച്ചി കയറിയപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുത്ത് അവിടെ പുതിയ വീട്ടിലേക്ക് പൂജാമുറിയിലേക്ക് വെച്ച്. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞ് നാട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ പൂജാമുറി ഇരിക്കുകയായിരുന്നു കൃഷ്ണൻ. പിന്നെ അവിടെ ഇങ്ങനെ വച്ചിട്ട് വരാൻ മനസ്സേ വരുന്നില്ല. പിന്നെ അവിടെ നിന്ന് എടുത്ത് ഞാനിങ്ങനെ ബാംഗ്ലൂർ കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ വിഷുവിനൊരുക്കാൻ എൻ്റെ കുട്ടി കൃഷ്ണനും ഉണ്ട്. പിന്നെ കണിയൊരുക്കാനായിട്ട് വാഴയില വെച്ച് വിളക്കും കിണ്ടിയും പഴവും തേങ്ങയും ഒക്കെ വെച്ചു. പിന്നെ കസവിൻ്റെ ഒരു മുണ്ട് വെച്ചു, പൈസ, ഗോൾഡ്, വാൽക്കണ്ണാടി, കുറച്ച് കണിക്കൊന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അത് വിതറി എങ്ങിട്ട് പിന്നെ കൃഷ്ണനായിട്ടൊരു കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി, അതും ഒരു നേതിയായിട്ട് വെച്ച്. ഇതായിരുന്നു എൻ്റെ കണി. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കൊരു ബിസിനസ് ചാനലും കൂടെ ഉണ്ട്, സ്നേഹാര സ്റ്റൈൽ. ഞാൻ ഉണ്ടാക്കുന്ന ജ്വല്ലറീസും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഫ് ബ്ലൂമിങ് ജാസ്മിൻ ഗാർലൻസും എല്ലാം എൻ്റെ ആ ബിസിനസ് പേജായിട്ടുള്ള സ്നേഹാര സ്റ്റൈലിൽ അവൈലബിൾ ആണ്. എല്ലാവരും എൻ്റെ സ്നേഹാര സ്റ്റൈൽ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണി കണ്ടതിന് ശേഷം സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒട്ടും വയ്യായിരുന്നു. കണി കാണിക്കാനായിട്ട് വിളക്കം കത്തിച്ച് ചുറ്റും ഇടുങ്ങിൽ കത്തിച്ചപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഭംഗി മനസ്സിലായത്. കണ്ണ് നിറയെ കാണാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ കൂട്ടുകാരെ, ബൈ.